Hi all, welcome to our another cooking video. കഴിഞ്ഞ ആഴ്ചയിൽ ആൽക്കഹോളിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ഒരു ഫ്രൂട്ട് കേക്കിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് വളരെ ക്വിക്കായിട്ട് എക്കണോമിക്കൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഫ്രൂട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക, അത് കത്തിക്കുക, സ്റ്റവ് കത്തിക്കുക. അതിലേക്ക് ഒരു ഹാഫ് കപ്പ് ഷുഗർ ആഡ് ചെയ്തു. ഫ്ലെയിം ഒരു മീഡിയം ത്തിലാക്കുക. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഷുഗർ ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം മെൽറ്റായിട്ട് വന്ന് കളർ ചേഞ്ച് ആകുന്നിടം വരെ സ്റ്റൗവിലിരിക്കണം. 1 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് ഇങ്ങനെ ആയിട്ടേ ഉണ്ട്. കളറ് സ്ലൈറ്റായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കളറ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. നമ്മൾക്ക് ഒരു ഡാർക്ക് ബ്രൗൺ കളറ് കിട്ടുന്നിടം വരെ ഇത് ഈ തീയിൽ വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി ഇരിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഒത്തിരി ബാൻഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പതുക്കെ അല്പം റേസ് ചെയ്ത് ഈ പാത്രം വെച്ചിരിക്കുന്നത്. നമുക്കൊരു സ്മെൽ അന്നേരം വരും. ചൂടോ ഈ അല്പം കൂടെ ഒരു അര സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ അത് കറക്റ്റ് ഇതിൽ വരും. ബാൻഡാകാൻ കുഴപ്പമില്ലെന്നല്ല, ബാൻഡാകാൻ സൂക്ഷിക്കുക. ചിലപ്പം ബാൻഡാകുമ്പോൾ ഒരു കമർപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതായി. ഇതന്നെ എന്താണ് ഇച്ചിരി ഞാൻ ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാണ്. എനിക്ക് ഇതാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒന്ന് തീയോടുകൂടി ഇല്ല, അതിനകത്തേക്ക് ഇതിലേക്ക് ഞാനൊരു തീ ഓഫ് ചെയ്താൽ ചിലപ്പോൾ ഈ സൗണ്ടൊക്കെ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടോടുകൂടെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ഷുഗറിന് ഹാഫ് കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അത് മെൽറ്റായിക്കോളും. ഇത് ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് കൂടെ സ്റ്റൗവിൽ വെച്ചു. ഇപ്പോൾ ഇനി ഇതാണ് നമുക്ക് കിട്ടി. ഇതിനി നമുക്ക് നല്ലതായിട്ട് കൂളാകാൻ വേണ്ടി നമുക്കിത് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ഇത് കൂളാകട്ടെ. നമുക്ക് ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഞാനിവിടെ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു അരിപ്പയ്ക്കകത്തേക്ക് മാറ്റാം. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂണ് സിനമൺ പൗഡർ, പട്ട പൊടിച്ചത്, ക്ലോവ്സ് ഗ്രാമ്പു അര ടീസ്പൂണ്, 1/4 ടീസ്പൂൺ സോൾട്ട്, 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ഇത്രയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്.
ഇത് നമുക്ക് നല്ലതായിട്ട് സീവ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഒരു ടു ടൈംസ് മാക്സിമം 3 ഇത് സീവ് ചെയ്താൽ മതി. ഞാൻ നല്ലതായിട്ട് സീവ് ചെയ്ത് എടുത്തു. ഇനി അടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ 1/4 ടീസ്പൂണ് ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട്, 1/4 ടീസ്പൂണ് ടൂട്ടി ഫ്രൂട്ടി, ദെൻ 1/4 ടീസ്പൂണ് ബ്ലാക്ക് റേസിൻസ്, ദെൻ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വിളയിച്ചത്. ഏകദേശം ഇതൊരു 1/2 കപ്പ് എല്ലാം കൂടെ ചേർന്നാണ്. കാഷ്യൂ നട്ട്സ്, വാൾനട്ട്സ്, ബദാം. ഇനി വാൾനട്ട്സ് ഇല്ല, നിങ്ങൾക്ക് ഇത് ബദാമും ഇല്ല എങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ കാഷ്യൂ നട്ട്സ് എടുത്താൽ മതി. നമ്മൾക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതായ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിൽ നിന്നും ഒരു 1-2 ടേബിൾ സ്പൂണ് എടുത്ത് ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടുത്തത് ഇത് 1/4 കപ്പ് ഷുഗറാണ്, നോർമൽ ഷുഗർ. അതിലേക്ക് 100 grams ഓഫ് അൺസോൾട്ടഡ് ബട്ടർ ഇടുക. ഇത് നമ്മൾ ഈ നല്ലതായിട്ട് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇത് എന്നാ നമ്മൾക്ക് മിക്സിയിലും സെയിം പ്രോസസ്സിൽ ചെയ്യാവുന്നതാണ്. മിക്സിയുടെ വലിയ ജാറെടുത്ത് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇപ്പം ഒരുവിധം ബീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഷുഗർ പൊടിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ പക്ഷേ ഇവിടെ പൊടിച്ചിട്ടില്ല. ഇനി നമുക്കിതിന് വേണ്ടത് 3 മുട്ടയാണ്. 3 മുട്ട ഈ പറഞ്ഞ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുക. ഒരു മുട്ട, പിന്നെ അല്പം നമ്മൾ നേരത്തെ ഇടഞ്ഞു വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് ഒരു കുറച്ച് 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. അടുത്ത മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ചു. അതുപോലെ മറ്റേ മുട്ട, അത് ടോട്ടൽ 3 eggs ആണ്. ഈ സെയിം മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്യുക. അല്പം കുറച്ച് ആ ഡ്രൈ നമ്മൾ സീവ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. ഇത് ബീറ്റായി. ഇനി ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ഇതിനകത്ത് ചേർക്കുക. ആ മുട്ടയുടെ ആ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയായിട്ട് അതുകൂടെ ചേർക്കുക. നല്ലതായിട്ട് ഇത് കമ്പൈൻ ചെയ്യുക. കാരമലൈസ് ചെയ്തതായ ഷുഗർ തണുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പൈനാപ്പിളിൻ്റെ ജാം ചേർക്കുന്നു. പിന്നെ അതിലേക്ക് ഒരു ഓറഞ്ച്, അതിൻ്റെ കുരുവെല്ലാം ഡീസീഡഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തെല്ലാം എടുത്ത് കളഞ്ഞ് അത് 1 ഓറഞ്ച് അതുകൂടി ഇതിനകത്ത് ഞാൻ ചേർക്കും. നല്ലതായിട്ട് മിക്സ് ചെയ്യും. ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ളതായ ഓൾ പർപ്പസ് ഫ്ലോർ, ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അതായത് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സിലേക്ക് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ അവന് പ്രീ ഹീറ്റ് ചെയ്യാം. അതായത് ഒരു 10 മിനിറ്റ്സിലേക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സിലേക്ക് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇത് വെക്കാം. ഇത് പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സിൽ കോട്ട് ചെയ്ത ഓൾ പർപ്പസ് ഫ്ലോർ കോട്ട് ചെയ്തതായ ഈ നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഈ മിക്സിലേക്ക് നമുക്ക് പതുക്കെ ഇടാം. ഇതിട്ടു നമ്മൾക്കിനി പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതെടുക്കാം. നല്ലതായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കേക്ക് പാനിലേക്ക് മോൾഡിലേക്ക് മാറ്റുക. ഞാൻ അത് ഇങ്ങോട്ട് മാറ്റി ജസ്റ്റ് ഫോർക്ക് ഇട്ടൊന്ന്, അതായത് ഫ്രൂട്ട്സ് എല്ലായിടവും താഴോട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടി. ഇതിൻ്റെ മേളിൽ ഇത് അവരുടെ ചോയ്സാണ്. ഇതിപ്പോൾ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ, നട്ട്സ്, ബദാം, കിസ്മിസ്, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾക്ക് വിട്ടു തരുന്നു. ഇനി നമുക്ക് ഇത് എല്ലാം റെഡിയായി. ഇനി നമുക്ക് അവനിലേക്ക് മാറ്റാം ബേക്കിങ്ങിന് വേണ്ടി. ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ടെമ്പറേച്ചറാണ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തു. ഇനി നമ്മൾക്കിത് വന്ന് ഒരു 55 മിനിറ്റ്സ് വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾക്ക് നോക്കിയിട്ട് ബേക്ക് ആയില്ല എങ്കിൽ ഒരു 5 or 10 മിനിറ്റ്സ് കൂടെ ചെയ്യാം. നമ്മളുടെ കേക്ക് നല്ലതായിട്ട് തണുത്ത ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണെന്ന് ചോദിച്ചാൽ, അല്പം ബട്ടർ, 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ പുറത്ത് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക. നല്ലതായിട്ട് ഞാൻ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൗഡേർഡ് ഷുഗർ, ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടാനുസരണം പതുക്കെ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ അത് മതി. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I will be coming back soon with another video. Thank you so much for watching this video.